നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 തീയതി സോമവാര ഷഷ്ടിയാണിന്ന്. രാത്രി 12 മണിക്ക് മുൻപായി അതിശക്തിയാർന്ന ഈ അത്ഭുത വാക്ക് ഒന്ന് ചൊല്ലി നോക്കൂ. തടസ്സങ്ങൾ മാറി കെട്ടുകെട്ടായി പണം വന്നു ചേരുന്നതാണ്. മാത്രമല്ല, ലക്ഷക്കണക്കിനുള്ള കടബാധ്യതയും പടിപടിയായി കുറഞ്ഞ് കടങ്ങൾ പൂർണ്ണമായും തീർന്നു കിട്ടുകയും സ്വന്തമായി വീട് അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്തവർക്ക് അതിനുള്ള യോഗവും വന്നു ചേരുന്നതാണ്. വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു തിരുനാമ ജപത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇന്ന് ഷഷ്ടി വ്രതം എടുക്കുവാൻ സാധിക്കുന്നവർക്കും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ തന്നെ ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ഈശ്വരന്റെ തിരുപ്പേരിനെയാണ് തിരുനാമം എന്ന് പറയുന്നത്. ഈശ്വരന്റെ തിരുനാമം ചൊല്ലുന്നതിനോ അല്ലെങ്കിൽ എഴുതുവാനോ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുനാമം ചൊല്ലുവാനും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. മുരുക ഭഗവാന്റെ അതിസൂക്ഷ്മമായ ആ തിരുനാമം ഏതാണെന്നും ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർവാഭീഷ്ട സിദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ് ഷഷ്ടി വ്രതാചരണം. കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ നേടുന്നതിനും ദാമ്പത്യ ജീവിത ദുരിതങ്ങൾ നീങ്ങുവാനും സുബ്രഹ്മണ്യ പത്നിയായ ദേവസേനയെ പ്രീതിപ്പെടുത്തുവാനും വേണ്ടിയാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത്. 6ാമത്തെ തിഥിയായ ഷഷ്ടിയുടെ ദേവത സുബ്രഹ്മണ്യനാണ്. കേരളീയർ അത്യാദരപൂർവ്വം ആചരിക്കുന്ന 4 വ്രതങ്ങളിൽ ഒന്നാണിത്. ഏകാദശി, പ്രദോഷം, ആയില്യം എന്നിവയാണ് മറ്റു വ്രതങ്ങൾ. ഇന്ന് ഏത് സമയത്താണ് ഈ തിരുനാമം ചൊല്ലേണ്ടതെന്നാൽ, എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. മുരുക ഭഗവാന്റെ ഈ തിരുനാമം ചൊല്ലുന്ന അത്രയും സമയം നമുക്ക് ഭാഗ്യം നിറഞ്ഞ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുനാമം ചൊല്ലുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നല്ലതുപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ചിലർക്ക് കടങ്ങൾ തീരണമെന്നായിരിക്കും ആഗ്രഹം. മറ്റു ചിലർക്ക് സ്വന്തമായി ഒരു വീടുണ്ടാകണം അല്ലെങ്കിൽ സ്വന്തമായി 1 സെന്റ് ഭൂമിയെങ്കിലും ഉണ്ടാകണം എന്നായിരിക്കും ആഗ്രഹം. ഇനി അതല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടാനായിരിക്കും പലരുടെയും ആഗ്രഹം. അങ്ങനെ നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ തിരുനാമം ഭക്തിയോടുകൂടി ചൊല്ലാവുന്നതാണ്. മുരുക ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് സ്വന്തമായി ഒരു വീട് നൽകുന്ന ഭഗവാനാണ്, അല്ലെങ്കിൽ കടങ്ങൾ ഇല്ലാതാക്കുന്ന ഭഗവാൻ, തടസ്സങ്ങൾ മാറ്റി നല്ല രീതിയിൽ പണവരവ് നൽകുന്ന ഭഗവാൻ, സന്താനഭാഗ്യം നൽകുന്ന ഭഗവാൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന ഭഗവാൻ, കുടുംബ പ്രശ്നങ്ങളും വിവാഹ തടസ്സങ്ങളും മാറ്റുന്ന ഭഗവാൻ. ഇതിനെല്ലാം ഉപരി ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതും ഉടനടി തന്നെ മാറ്റുന്ന ഭഗവാനാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് പ്രധാനമായും പണം സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരും സ്വന്തമായി ഒരു വീടുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും സന്താന ഭാഗ്യത്തിന് തടസ്സങ്ങൾ ഉള്ളവരും ഇനി പറയുന്ന ഈ തിരുനാമം ഒന്ന് ചൊല്ലി നോക്കൂ. കൈമേൽ നിങ്ങൾക്ക് ഉടനടി തന്നെ ഫലം ലഭിക്കുന്നതാണ്. ഇന്ന് ഷഷ്ടി ദിവസം മാത്രമേ ഈ തിരുനാമം ചൊല്ലാവൂ എന്നില്ല. എല്ലാ ഷഷ്ടി ദിവസവും ഭഗവാന്റെ അതിസൂക്ഷ്മമായ ഈ തിരുനാമം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. കുറഞ്ഞ പക്ഷം 6 ഷഷ്ടി ദിവസം ഇനി പറയുന്ന ഈ തിരുനാമം ചൊല്ലി ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം മിന്നൽ വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ തിരുനാമം ചൊല്ലുന്നതിന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഇല്ല. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. പുലവാലായ്മയുള്ളവർക്കും ഈ ഒരു തിരുനാമം ധൈര്യമായി ചൊല്ലാവുന്നതാണ്. ഇടയ്ക്ക് വെച്ച് നിർത്താതെ തുടർച്ചയായ 6 ഷഷ്ടിയിലാണ് ഈ തിരുനാമം ചൊല്ലേണ്ടത്. നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹം അല്ലെങ്കിൽ ആവശ്യം മനസ്സിൽ സങ്കല്പിച്ചു വേണം ഈ തിരുനാമം ചൊല്ലുവാൻ. 6 ഷഷ്ടി പൂർത്തിയായതിനു ശേഷം നിങ്ങളുടെ അടുത്ത ഒരു ആഗ്രഹത്തിന് വേണ്ടി വീണ്ടും ഇത് തുടർന്ന് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലിരുന്നോ, ക്ഷേത്രത്തിലിരുന്നോ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. തെക്ക് ദിശ ഒഴികെ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ തിരുനാമം ചൊല്ലുക. ഇനി തറയിലിരുന്ന് ചൊല്ലുന്നവർ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്ന് വേണം ഈ തിരുനാമം ചൊല്ലുവാൻ.
ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിലിരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ഇനി കസേരയിൽ ഇരിക്കുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഇരിക്കാവുന്നതാണ്. തിരുനാമം ചൊല്ലുന്നതിന് മുൻപ് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒരു 2 മിനിറ്റ് ഭഗവാന്റെ ആ രൂപം മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അത് എത്രയും പെട്ടെന്ന് നിറവേറ്റി തരണമേ എന്ന് ഭഗവാനോട് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. യാതൊരു ധൃതിയും ഉത്കണ്ഠയും ഇല്ലാതെ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റി തരണമേ എന്ന് ഭഗവാനോട് മനസ്സുരുക്കി തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് പ്രധാനം. അതിനുശേഷം ഇനി പറയുന്ന ഈ തിരുനാമം കുറഞ്ഞത് 15 മിനിറ്റാണ് ചൊല്ലേണ്ടത്. ഇനി നിങ്ങൾക്ക് തിരക്കുകളൊന്നുമില്ല, സമയമുണ്ട്, അങ്ങനെയുള്ളവർ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈ തിരുനാമം ചൊല്ലുന്നത് ഉത്തമമാണ്. ഇനി 15 മിനിറ്റ് ഈ മന്ത്രം ചൊല്ലിയാൽ തന്നെ പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഭഗവാന്റെ അതിസൂക്ഷ്മമായ ആ തിരുനാമം ഏതാണെന്ന് നോക്കാം. ഓം വിശാഖപതേ നമോ നമഃ. ഓം വിശാഖപതേ നമോ നമഃ. ഓം വിശാഖപതേ നമോ നമഃ. ഇനി ഈ തിരുനാമം ഇത്ര തവണ ചൊല്ലണം എന്ന് നിർബന്ധമില്ല. അതായത് കൗണ്ടിങ് ഇതിന് പ്രധാനമല്ല. കുറഞ്ഞത് 15 മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധ പതറാതെ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിയോടുകൂടി ഈ തിരുനാമം ചൊല്ലുക. ഈ തിരുനാമം ചൊല്ലി തീർന്നതിന് ശേഷവും നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതാണോ അത് എത്രയും പെട്ടെന്ന് നിറവേറ്റി തരണമേ എന്ന് ഭഗവാനോട് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ രീതിയിൽ തന്നെ 6 ഷഷ്ഠി ദിവസം തുടർച്ചയായി ഈ തിരുനാമം ചൊല്ലി നോക്കൂ. നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവത്തിലൂടെ തന്നെ അതിന്റെ ഫലവും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി 12 മണിക്ക് മുൻപായി ഭഗവാന്റെ അതിസൂക്ഷ്മമായ ഈ തിരുനാമം ചൊല്ലി മനസ്സുരുക്കി പ്രാർത്ഥിക്കൂ. എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും മിന്നൽ വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ്. ഇനി തുടർച്ചയായ 6 ഷഷ്ഠി ദിവസമാണ് ഈ തിരുനാമം ചൊല്ലേണ്ടതെന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും 6 ഷഷ്ഠി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതാണ്. ചിലർക്ക് 1 ഷഷ്ഠി കഴിയുമ്പോൾ തന്നെ ഫലമുണ്ടാകുന്നതാണ്. ചിലർക്ക് 2ഓ 3ഓ ഷഷ്ഠിയിലായിരിക്കാം ഫലം ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു 4 ഷഷ്ഠിയായി, അതുവരെയും ഈ തിരുനാമം ചൊല്ലി എനിക്ക് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്ന് കരുതി ഈ തിരുനാമം ചൊല്ലാതിരിക്കരുത്. ഭക്തിയോടുകൂടി ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ. 100% നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ നടത്തി തരുന്നതാണ്. കാരണം അത്രയേറെ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. ഇനി ഷഷ്ഠി ദിവസം മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നിങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിലുള്ള വഴിപാടുകൾ കൂടി ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. കൂടാതെ ഷഷ്ഠി ദിവസം വീട്ടിൽ തന്നെ ഭഗവാന് വെറ്റില ദീപം കൊളുത്തിയും പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഭഗവാന്റെ അതിസൂക്ഷ്മമായ ഈ തിരുനാമം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.